ഡോക്ടർ പ്രിൻസ്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുറേ എന്താ പറയുക, ഒരു അറൗണ്ട് 40 അല്ലെങ്കിൽ 30 എബോ ഉള്ള ആളുകളിൽ കുറേ എസ്പെഷ്യലി ലേഡീസിൽ വയറ് ഇങ്ങനെ കുറച്ച് പറയും, എന്താ പറയുക, കുറച്ച് പ്രൊട്രൂഡിങ് അപ്പ് ഡൗൺ വയറ് കൂടുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അവർ പലരും നമ്മളോട് ചോദിക്കുന്നതാണ്, എനിക്ക് ലൈപ്പോസെക്ഷൻ മതിയോ അതോ ടമ്മി ടക്ക് അല്ലെങ്കിൽ അപ്പ് ഡൗൺ പ്ലസ് വേണമെന്നുള്ളത്. അതിൽ ഡോക്ടർ പ്രിൻസിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ അടുത്ത് മിക്കവാറും ഈ വയറ് കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്നത് മിക്കവാറും ഒരു 30-40 ഇയർ ഉള്ള ഒരു ഫീമെയിൽസ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ പ്രധാനമായിട്ടുള്ള കൺസേൺ, സ്പെഷ്യലി ഫീമെയിൽസിൽ, ഇപ്പോൾ ആണുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീമെയിൽസിൽ മിക്കവാറും സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരൊരു പോസ്റ്റ് പ്രഗ്നൻസി 2-3 ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ അവരുടെ മസിൽ വീക്കാവും, വയറിൻ്റെ മസിൽ വീക്കാവും. അപ്പോൾ അതിന് ഡൈവേരിക്കേഷൻ ഓഫ് റെക്ടം എന്നാ പറയാം. അപ്പോൾ ലൈപ്പോസെക്ഷൻ അസച്ചുള്ള പ്രൊസീജിയറിൽ നമ്മൾ ഫാറ്റ് മാത്രം സക്ക് ചെയ്തെടുക്കുന്നതാണ് ലൈപ്പോസെക്ഷൻ എന്നുള്ള പ്രൊസീജിയർ. പക്ഷേ ടമ്മി ടക്ക് എന്നുള്ള പ്രൊസീജിയറിൽ നമ്മൾ സ്പെഷ്യലി ഫീമെയിൽസിലൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യം ലൈപ്പോസെക്ഷൻ ചെയ്തിട്ട് ഈ എക്സ്ട്രാ ഫാറ്റ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ എക്സ്ട്രാ സാഗിങ് ആയിട്ടുള്ള സ്കിന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വീക്കൻ ആയിട്ടുള്ള മസിൽ നമ്മൾ ടൈറ്റൻ ചെയ്യുന്നു. ഇതിനാണ് ടമ്മി ടക്ക് പ്രൊസീജിയർ എന്ന് പറയാം. അപ്പോൾ മിക്കവാറും ഈ പറഞ്ഞ പോലെ കാറ്റഗറിയിലുള്ള ഒരു ഫീമെയിൽസിൽ, പ്രത്യേകിച്ച് പോസ്റ്റ് പ്രഗ്നൻസി മസിൽ വീക്ക്നെസ് ഉള്ള സ്ത്രീകളിൽ നമുക്ക് ടമ്മി ടക്ക് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും മിക്കവാറും വേണ്ടി വരിക. ഇനിയിപ്പോൾ അവർക്ക് ജസ്റ്റ് ഫാറ്റ് മാത്രം റിമൂവ് ചെയ്യാൻ മതി, അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ലൈപ്പോസെക്ഷൻ മാത്രം മതിയാവും. അതെങ്ങനെ ഡോക്ടർ പ്രിൻസ് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴാണോ ഡിസൈഡ് ചെയ്യുന്നത്? വല്ല സ്കാൻ ചെയ്യുമോ ഈ ഫാറ്റ് ലൈപ്പോസെക്ഷൻ മാത്രം മതിയാവും? അതെങ്ങനെ ഡിസിഷൻ എങ്ങനെ എത്തുന്നത്? അപ്പോൾ ഇത് നമ്മൾ ക്ലിനിക്കലി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലൊരു ഐഡിയ എത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ ഡയറക്റ്റ്ലി കൺസൾട്ടേഷൻ കാണുമ്പോൾ തന്നെ അവരുടെ വയറ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് കിടത്തി ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ മസിൽ വീക്ക്നെസ് ഉണ്ടോ, അതുപോലെ തന്നെ സ്കിൻ സാഗിങ് ഉണ്ടോ. പ്രത്യേകിച്ച് സ്കിന്നിന് ഒരുപാട് സാഗിങ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈപ്പോസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടിക്കോളുന്നില്ല. ആ ഫാറ്റ് പോയി കിട്ടും, പക്ഷേ ആ ഒരു പ്രോപ്പർ സാഗിങ് സ്കിന്ന് കറക്റ്റ് ആവും, അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ് കറക്റ്റ് ആവാൻ മിക്കവാറും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ നമ്മളൊരു ക്ലിനിക്കലി ബേസ് ചെയ്തിട്ടാണ് ഇതിലൊരു ഡിസിഷനിൽ എത്താറ്. സാധാരണ ടമ്മി ടക്ക് വേണോ ലൈപ്പോസെക്ഷൻ വേണോ എന്നുള്ളത്.